സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി 112 ദിവസം ജയിലിൽ പോയി. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി 112 ദിവസം ജയിലിൽ പോയ ഒരു വിഷയത്തിൽ ഈ രാജ്യത്ത് ഇത്രയധികം പ്രിവിലേജ് അനുഭവിക്കുന്ന മറ്റൊരു മുഖ്യമന്ത്രി ഉണ്ടെങ്കിൽ അത് പിണറായി വിജയൻ മാത്രമാണ്. നിങ്ങളൊന്ന് ആലോചിക്കുക. എന്തെങ്കിലും ഒരു പൊടിയോ തങ്ങലോ കിട്ടിയാൽ മുഖ്യമന്ത്രിയുടെ വീട് മാത്രമല്ല, അവരുടെ വീട്ടിലെ വേലക്കാരുടെ വരെ വീട് റെയ്ഡ് ചെയ്യുന്ന കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഇത്രയധികം ഉണ്ടായിട്ടും കേരളത്തിലെ മുഖ്യമന്ത്രിയെ ചോദ്യം പോലും ചെയ്തിട്ടില്ല. 2 മാസപ്പടി കേസ്. ഒരു സേവനവും കൊടുക്കാതെയാണ് മുഖ്യമന്ത്രിയുടെ മകൾ ഈ പണം മേടിച്ചത് എന്ന് വിവിധ അന്വേഷണ ഏജൻസികളുടെ റിപ്പോർട്ട് ഉണ്ടായിട്ട് ഇപ്പോൾ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ട് തന്നെയുണ്ട്. 2 SFI അന്വേഷണത്തിന്റെ റിപ്പോർട്ടുണ്ട്. ഇത്രയും ഉണ്ടായിട്ടും ഇത് മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ട് മാത്രമാണ് എന്ന് എഴുതി വെച്ചിട്ടും കേരളത്തിലെ മുഖ്യമന്ത്രിയെ ഒരു തവണ പോലും ചോദ്യം ചെയ്യാൻ ഇന്ന് മുഖ്യമന്ത്രി ഈ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ തയ്യാറായിട്ടില്ല. അതുകൊണ്ടാണ് ശ്രീ അയ്യപ്പദാസ് ഇന്ന് കേരളത്തിലെ മുഖ്യമന്ത്രിയോട് 5 തവണ മാധ്യമ പ്രവർത്തകർ ആവർത്തിച്ചു ചോദിച്ചു, ഇത് കേന്ദ്രത്തിന്റെ പ്രതികാര നടപടിയാണോ? കേരളത്തിലെ മുഖ്യമന്ത്രി മറുപടി പറഞ്ഞില്ല. കാരണം എന്താ? ഇത്രയധികം പ്രിവിലേജ് കൊടുക്കുന്ന ഒരു കേന്ദ്ര മന്ത്രിസഭയോടും BJP-യോടും എങ്ങനെ പ്രതികാര നടപടി എന്ന് കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് പറയാൻ പറ്റും? അതുകൊണ്ടാണ് ഇത് കാണുന്ന എല്ലാവർക്കും മുഖ്യമന്ത്രിയോട് അസൂയ തോന്നും. കാരണം ഇത്രയും അഴിമതി നടത്തിയിട്ടും യാതൊരു വിധത്തിലുള്ള സ്ക്രൂട്ടിനി ഇല്ലാത്തൊരു മുഖ്യമന്ത്രിയായി അദ്ദേഹം തുടരുകയാണ്. പിന്നെ ഞാനിപ്പോ രണ്ടാമത് അദ്ദേഹം കുറെ കണക്ക് പറഞ്ഞു. GDP ഗ്രോത്ത് റേറ്റിൽ കേരളം കൂടുതലാണ്. ഏത് GDP ഗ്രോത്ത് റേറ്റിലാണ്? നിങ്ങൾ പറയൂ. കണക്ക് വെച്ച്, ഏറ്റവും ഒടുവിലത്തെ കണക്ക് വെച്ച് ഈ രാജ്യത്തെ ഏറ്റവും വലിയ എക്കണോമിക് ഗ്രോത്ത് റേറ്റ് ഏത് സംസ്ഥാനത്തിനാണ്? തമിഴ്നാട്ടിലാണ്. 9.69%. രണ്ടാമത് ഏറ്റവും കൂടുതൽ എക്കണോമിക് റേറ്റ് ആർക്കാണ്? 8.21% ആന്ധ്രാപ്രദേശിനാണ്. ആദ്യത്തെ 5 സ്ഥാനങ്ങളിൽ പോലുമില്ലാത്ത കേരളത്തെയാണ് CPM ക്യാപ്സ്യൂൾ ഫാക്ടറിയിൽ നിന്ന് കിട്ടിയതോ ക്യാപ്സ്യൂൾ നിന്നിട്ട് ശ്രീ കെ അനിൽകുമാർ ഇവിടെ വരുന്നത്. ഇത് ഞങ്ങൾ എന്തോ വലിയ മഹിമ ചെയ്തുകൂടെ GDP ഗ്രോത്ത് റേറ്റിൽ കേരളം അങ്ങ് ഉയർന്നു പോവുകയാണ് എന്നൊക്കെ പറയുന്നത്. അത് മാത്രമല്ല, ഇപ്പൊ ഇദ്ദേഹം ഇവിടെ പറയുന്നുണ്ടല്ലോ, ഇവിടെ കാർന്നവർ എന്നൊക്കെ വിളിക്കും. ഇതേവരെ ഞാൻ പോയി ഉമാ തോമസിനോട് ചോദിക്കണം, ചാണ്ടി ഉമ്മനോട് ചോദിക്കണം എന്നൊക്കെ പറഞ്ഞല്ലോ. ഒരു മുഖ്യമന്ത്രി ഉമാ തോമസ് ഒരു MLA വീണ് കിടക്കുമ്പോ അവരെ ആശുപത്രിയിൽ വന്ന് കാണുന്നത് എന്തോ മഹത് കാര്യമാണെന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഈ സംസ്ഥാനത്തെ എല്ലാ രാഷ്ട്രീയക്കാർ തമ്മിലും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു സാമാന്യ മര്യാദയാണ്. അതിനൊക്കെ ശ്രീ K കരുണാകരനും EK നായനാരും തമ്മിലുള്ള ആശുപത്രിയിലെ സംഭാഷണങ്ങളുടെയൊക്കെ ആർക്കൈവ്സ് വീഡിയോ ഇന്നും യൂട്യൂബിൽ അവൈലബിൾ ആണ്. അതൊക്കെ എടുത്ത് ശ്രീ K അനിൽകുമാർ കണ്ടാൽ ശ്രീ പിണറായി വിജയൻ ഒരു മഹത് വ്യക്തിയാണ് എന്നുള്ള തോന്നലൊക്കെ അങ്ങ് മാറിക്കോളും എന്നുള്ളതാണ് പറയാനുള്ളത്.